അർജുൻ കല്യാണിലേക്ക് വളരെ പെട്ടെന്ന് പോവുകയാണ്. അവിടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അർജുൻ കല്യാട് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അർജുൻ, ആ പാലം തള്ളി നീക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ തള്ളിയാണ് ആ മറുകരയിലേക്ക് എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് കാണാനാകുന്നത്? ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അതായത് ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഈ പാലം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹിറ്റാച്ചി ഉപയോഗിച്ച് ഒരു വശത്ത് കൂടുതൽ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് അമർത്തുകയും മറുവശത്ത് അപ്പോൾ ആ മറുവശത്തുള്ള പാലം ഉയരുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്കാണ് കടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥർ ഈ പാലത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ ഇരുവശത്തായി നിലയുറപ്പിച്ചതും നമ്മൾ കാണാം. നടുവശത്ത് ഇരുമ്പ് പാളികൾ മലർത്തി വെച്ചിരിക്കുന്നതിന് തൊട്ട് മുകളിലേക്കായി ഹിറ്റാച്ചിയുടെ മുൻഭാഗം കൊണ്ട് അമർത്തി ഈ അതായത് മറുവശത്തെ പാലം ചെറിയ തോതിലായിട്ട് താഴ്ന്നിരിക്കുകയാണ്. ആ ഭാഗം പൊന്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ പാളികൾ മുന്നോട്ടേക്ക് ഉന്തി മുന്നോട്ടേക്ക് നീക്കുന്ന ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കൂടുതൽ ഭാരം വരുന്ന ഘട്ടത്തിൽ അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ ഈ പാലത്തിൻ്റെ ഭാഗം പൊന്തി മാറാതിരിക്കുന്ന, അതായത് ഉയർന്നു മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം കൂടിയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ നടക്കുന്നത്. മറുവശത്ത് താൽക്കാലിക പാലം കൂടി, അതായത് താൽക്കാലിക നടപ്പാലം കൂടി നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും നടക്കുന്നുണ്ട്. അതിന് സമാന്തരമായി തന്നെയാണ് ഈ ജോലിയും നടക്കുന്നത്. എന്തായാലും ഈ നേരത്തെ ഒരു പാളി മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ആദ്യം കടത്തിവിട്ടത് ഒരു പാളി മാത്രമായിരുന്നു. പിന്നീട് അത് 2ഉം 3ഉം പാളികളിലേക്ക് പോയി ഈ പാലത്തിൻ്റെ കരുത്ത് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഉദ്ദേശം. കാരണം കൂടുതൽ ആംബുലൻസുകൾ ഉൾപ്പെടെ കടന്നു വരേണ്ടതുണ്ട് എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലത്തിന് 3 പാളിയിലേക്ക് എത്തിയത്. അങ്ങനെ ഓരോ പാളികളും ക്രമീകരിച്ചു. ഏകദേശം 3 പാളി ക്രമീകരിച്ചിട്ടുള്ള ഭാഗം തള്ളി നീക്കി ഈ പുഴയുടെ ഏകദേശം പകുതി ഭാഗത്തിനപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് തള്ളി നീക്കുന്ന ഘട്ടത്തിൽ ആ ഭാഗം കൂടുതൽ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗം ഉയർന്നു മാറാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ അതിനുള്ള ക്രമീകരണം നടത്തുന്നത്. മറുഭാഗം കൂടുതൽ താഴുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ എതിർഭാഗം ഉയർന്നു മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ പൊന്തി മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അത്തരത്തിൽ ഈ പാലം നിർമ്മാണം അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എന്നുള്ള രീതിയിൽ തന്നെ കടക്കുകയാണ്. ഏകദേശം ഇനി കൂടുതൽ, അതായത് ഇവിടെ ഇറക്കി വെച്ചിട്ടുള്ള ഇതിൻ്റെ പാളികൾ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നേരെ മറുവശം തൊടും. അതായത് നിലവിൽ നിർമ്മിച്ചിട്ടുള്ള ഈ 3 പാളി എന്നുള്ള രീതിയിൽ മറുവശത്തേക്ക് തൊട്ടുമാറുന്നൊരവസ്ഥയിലേക്ക് പോവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3 പാളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 3 പാളിയാണ് ഇപ്പോൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇരിക്കുകയാണ്. ഹിറ്റാച്ചി ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഇനി കൂടുതൽ പാളികൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ മാത്രമാണ്, അതായത് കൂടുതൽ പാളികൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ നമുക്ക് ഈ പാലം വീണ്ടും മുന്നിലേക്ക് തള്ളി നിൽക്കുന്നൊരു സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 2ഓ 3ഓ തവണ ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ ഇത് സ്വാഭാവികമായും ഇത് മറുകര തൊടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അർജുൻ തുടരുക. അമീൻ മറ്റൊരു ഭാഗത്ത് നിന്ന് ചേരുന്നുണ്ട്. അമീൻ കുറച്ചുകൂടെ ടോപ്പ് ആംഗിൾ ദൃശ്യങ്ങൾ നമുക്ക് നൽകും. അമീൻ, ആ ക്യാമറയിൽ നിന്ന് നമുക്ക് കാണിക്കാനാവുന്ന ദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? മറുകരയിലേക്ക് എത്താൻ ഇനി എത്ര ദൂരമുണ്ട് എന്നാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്? ബിനിലെ വലിയ ദൂരമില്ല മറുകരയിലേക്ക് എത്തുന്നതിന്. ഈ പാലത്തിന്റെ അങ്ങേയറ്റം ഏതാണ്ട് മറുകര തൊട്ടിട്ടുണ്ട്. പക്ഷേ നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു ബാലൻസിംഗ് ഉണ്ട്. കാരണം ചിലയിടങ്ങളിൽ കയറി ഇറങ്ങിയിരിക്കുന്ന സാഹചര്യം, ചിലയിടങ്ങളിൽ ഒരു ബെൻഡ് വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ആ ബെൻഡും അത്തരം സാഹചര്യങ്ങളൊക്കെ നികത്തിയാണ് നേരത്തെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും അന്തിമഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോം, അത് കടന്നു പോകേണ്ട വഴി അത് നേരായ രീതിയിലായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ പ്രഷർ ഉപയോഗിച്ച്, പല ഭാഗങ്ങളിൽ പ്രഷർ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ബാലൻസ് ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. സ്വാഭാവികമായും ഇവിടെ ഈ പല ഭാഗങ്ങളിലും ചില കമ്പികളൊക്കെ വെച്ച് അതിന്റെ പ്രതലം ഉയർത്തുന്നുണ്ട്. അങ്ങനെ ഉയർത്തുമ്പോൾ ഈ വലിയ വെയിറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ഒരുപക്ഷെ കൂടുതൽ പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊങ്ങാനുള്ള സാധ്യത വരുന്നത് അത് ഈ ചൂരൽമലയിൽ നിന്ന് പാലത്തിന്റെ പ്രവേശന കവാടമായിട്ടുള്ള പ്രധാനപ്പെട്ട എൻട്രി പോയിന്റിലായിരിക്കും അത്തരത്തിൽ വലുതായിട്ട് പൊങ്ങിപ്പോകാൻ സാധ്യതയുള്ളത്.